ഫ്ലിപ്കാർട്ടിലും ആമസോണിലും റിപ്പബ്ലിക് ഡേ സെയിലിന്റെ ഡേറ്റ് അങ്ങോട്ട് കൺഫേം ആയിട്ടുണ്ട്. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടാണ് ആമസോണിന് മുന്നേ ഡേറ്റ് കൺഫേം ചെയ്തത്. ജാനുവരി 14 മുതൽ 19 വരെ. എന്നാൽ നിങ്ങൾ പ്ലസ് പവർ ആണെങ്കിൽ 13 മുതൽ നമുക്ക് ഏർലി ആക്സസ് കിട്ടും. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആമസോൺ അനൗൺസ് ചെയ്യുന്നത്. അതായത് ഇന്നലെയാണ് ആമസോൺ ഇവരുടെ ഒരു റിപ്പബ്ലിക് ഡേ സെയിലിന്റെ ഡേറ്റ് അങ്ങോട്ട് കൺഫേം ചെയ്യുന്നത്. ജാനുവരി 13 ഉച്ചയ്ക്ക് 12 മണി മുതൽ 19 വരെ. എന്നാൽ നിങ്ങളൊരു പ്രൈം മെമ്പർ ആണെങ്കിൽ ജാനുവരി 13 രാത്രി 12 മണി മുതൽ ഏർലി ആക്സസ് കിട്ടും. അത് കണ്ട ഉടനെ ഫ്ലിപ്കാർട്ടും അതേപോലെ ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 13 ഉച്ചയ്ക്ക് 12 മണിക്ക് എല്ലാവർക്കും ഓപ്പൺ ചെയ്യും. എന്നാൽ നിങ്ങളൊരു പ്ലസ് മെമ്പർ ആണെങ്കിൽ രാത്രി 12 മണി മുതൽ, അതായത് 12 മണിക്കൂർ മുന്നേ ഏർലി ആക്സസ് ഇവിടെ നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ 2 ഓഫർ സെയിലുകളിൽ നമുക്കിപ്പോൾ കുറച്ച് ഫോണുകളുടെ റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും പിന്നെ ഇയർബഡ്സുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എത്ര രൂപയ്ക്കായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ അതിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ, കൂടാതെ ടെക് അപ്ഡേറ്റ്സ്, അൺബോക്സിംഗ് വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗ്യാഡ്ജറ്റ്സുകളെല്ലാം തന്നെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. സോ എല്ലായിടത്തും കിട്ടുന്നതിനേക്കാളും ജസ്റ്റ് അൺബോക്സ്ഡ് പീസൊക്കെ തന്നെ വളരെ ലാഭകരമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ്, ഇയർബഡ്സുകളുടെ കേസ് കവേഴ്സ്, വാച്ച് സ്ട്രാപ്പുകൾ എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ആദ്യം നമ്മുടെ ഫ്ലിപ്കാർട്ടിലേക്ക് വരുവാണെങ്കിൽ മൊന്യൂമെന്റൽ സെയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഡേറ്റുകൾ കഴിഞ്ഞ നമ്മുടെ റിപ്പബ്ലിക് ഡേ സെയിലിൽ T100 ആയിരുന്നു, T110 ആ സമയത്ത് ലോഞ്ച് ആയിട്ടുള്ളായിരുന്നു. T100 ആക്ച്വലി കുറേ നാൾ 1499 എന്നുള്ളൊരു സംഭവം മാറിയതിന് ശേഷം ഏറ്റവും അവസാനം നമുക്ക് ആ ഒരു റേറ്റിലേക്ക് ഒരു ഓഫർ റേറ്റ് ആയിട്ട് കണ്ടത് ഈ ഒരു 1349 കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ സെയിലാണ്. ബിഗ് ബില്യൺ ഡേയ്സിൽ അത് 1299 സംതിങ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന ബിഗ് സേവിംഗ് ഡേയ്സിലും അതുപോലെ ബിഗ് ബഡ്ജറ്റ് ധമാലിലും ഒന്നും തന്നെ റേറ്റുകൾ മാറിയിട്ടില്ലായിരുന്നു. ഈവൻ ദീപാവലി സെയിലിൽ പോലും മാറിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു മാറ്റം വന്നത് ഇവിടെ ഈ ഒരു റിപ്പബ്ലിക് ഡേ സെയിലാണ് 1349. എന്തായാലും ഇവിടെ T110 വരുവാണെങ്കിൽ മിക്കവാറും 1299 എത്താൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്കിപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് വന്നതുകൊണ്ട് തന്നെ കുറച്ച് കാശ് പൊതുവെ കുറഞ്ഞ് വരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്കത് പ്രതീക്ഷിക്കാം. പിന്നെ നിർവാണ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 2299 പ്രോഡക്റ്റ് 1799 ഓഫർ സെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ 1500 കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് തന്നെയാണ് കാണുന്നത്. ഇനി T300 വരുവാണെങ്കിൽ റിപ്പബ്ലിക് ഡേ സെയിലും വലിയ ഓഫറുകൾ ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2099 രൂപയായിരുന്നു, 2299 നോർമൽ റേറ്റ്. എന്നാൽ എനിക്ക് തോന്നുന്നു T310 ഈ ഒരു 2099 വരാൻ ചാൻസ് ഉണ്ട്. T300 1799 1699 ആ ഒരു റേറ്റിലേക്കും വരാൻ ചാൻസ് ഉണ്ട്. ഇനി മൊബൈലിലേക്ക് വരുവാണെങ്കിൽ മൊബൈൽ ഡീൽസ് ആണ് ആക്ച്വലി ഇവർ കുറേ നല്ല രീതിക്ക് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ തന്നെ ആദ്യം എടുത്ത് പറയേണ്ടത് നമ്മുടെ iPhone 16 63,999 രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇൻക്ലൂഡിങ് ബാങ്ക് ഓഫർ ആണ് കേട്ടോ. ഇതുവരെ എന്തായാലും ഏതൊക്കെ ബാങ്കിന് ഓഫർ ഉണ്ടെന്നുള്ളത് കൊടുത്തിട്ടില്ല. ആകെ കൊടുത്തിട്ടുള്ള നമ്മുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് കാർഡിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന പോലെ 5% ക്യാഷ് ബാക്ക് ആണ്. ബാക്കി ഏതൊക്കെ കാർഡിനുണ്ടെന്നുള്ളത് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ അവർ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ ഒന്നെങ്കിൽ വീഡിയോയിലൂടെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാനത് അങ്ങോട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി സെയിൽ പ്രൈസ് ലൈവ് എന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത് തന്നെ കൊടുത്തേക്കുന്നത് നമ്മുടെ CMF ഫോൺ 1 ആണ്. 8GB വേരിയന്റിന് നമുക്ക് 13,999 രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതും ഇൻക്ലൂഡിങ് ഓൾ ഓഫേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ 13,999 കിട്ടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് 15,000 രൂപയ്ക്കായിരിക്കാം കിട്ടുക കേട്ടോ. എന്തായാലും ഇത് 15,000 രൂപയ്ക്ക് നല്ലൊരു ബെസ്റ്റ് ഡീലാണ്. ഓൾറെഡി എൻ്റെ കയ്യിൽ ഈ ഒരു CMF ഫോൺ 1 ഉണ്ട്. നോർമൽ റേറ്റ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് 15,999 രൂപയാണ്. കൂടാതെ നമുക്ക് മറ്റൊരു ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എടുത്തു പറയാൻ പറ്റുന്നത് S24 Plus ആണ്. 59,999 രൂപ മുതൽ നമുക്കിത് ബേസ് മോഡലിൽ സ്റ്റാർട്ടിങ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 67,999 ഇപ്പോൾ ആ ഒരു നോർമൽ റേറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഇതും ഇൻക്ലൂഡിങ് ബാങ്ക് ഓഫർ ആണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ചിലപ്പോൾ സാംസങ് ഒക്കെ ഇപ്പോൾ പൊതുവെ കാർഡ് ഓഫർ അല്ലാണ്ട് പോലും അത്യാവശ്യം നല്ല രീതിക്ക് ഓഫർ തരുന്നുണ്ട്. കൂടാതെ നമ്മുടെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ സത്യം പറഞ്ഞാൽ 22,999 രൂപയാണ് ആ ഒരു ബേസ് വേരിയന്റിന്റെ വില. പക്ഷേ ഇൻക്ലൂഡിങ് ബാങ്ക് ഓഫർ നമുക്ക് ചിലപ്പോൾ 19,999 കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ G85 ഒരു 3D കർവ്ഡ് POLED ഡിസ്പ്ലേ ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാൻ നല്ല രസമാണ് കേട്ടോ ആ ഒരു ഡിസ്പ്ലേ കാണാനായിട്ട്. എന്തായാലും ഇതും 15,999
17,990 നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. 17,990 നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഈ G85ന്റെ സെയിം പ്രോസസ്സറാണ് നമ്മുടെ G45 വരുന്നത്. അതായത് സ്നാപ്ഡ്രാഗന്റെ 6S Gen 3. സോ പെർഫോമൻസ് വൈസ് നിങ്ങൾക്കിപ്പോൾ LED ഡിസ്പ്ലേ ഒന്നും വേണ്ട, ജസ്റ്റ് പെർഫോമൻസ് മാത്രം മതി. ബജറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും G45ലേക്ക് പോകാം. 10,990 നമുക്ക് കിട്ടുമെന്നാണ്, ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 12,999 രൂപയാണ്. മോട്ടോറോളയുടെ സർവീസ് ആണ് ചിലരൊക്കെ അങ്ങനെ ചെറിയൊരു എന്താ പറയുക ഒരു വിഷമം കണക്ക് പറയണത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഒരു സർവീസിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമൻ്റ് ആയിട്ടാണ്. കാരണം പുതുതായിട്ട് മേടിക്കാൻ പോകുന്നവരും അതൊന്ന് അറിഞ്ഞോട്ടെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പല പ്രോഡക്റ്റുകളുടെയും റേറ്റുകൾ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ ഏത് ഫോണായിരിക്കും നിങ്ങൾക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുന്നത് എന്നൊക്കെ ഉള്ള രീതിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നതാണ്. പിന്നെ Vivo T3X അവിടെയും സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ വേണമെങ്കിൽ അതിലേക്ക് പോകാം. സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. 12,499 പ്രോഡക്റ്റ് നമുക്ക് 10,990 കിട്ടുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾക്കിപ്പോൾ 10,000 രൂപയ്ക്ക് ഉള്ളിലുള്ള ഫോണുകൾ അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് ഉള്ളിലുള്ള ഫോൺ, 20,000 രൂപയ്ക്ക്, 25,000, 30,000 ഈ ഒരു റേഞ്ചിലുള്ള ഫോണുകളുടെയൊക്കെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ആയിട്ടുള്ളൂ. ഞാനും ഉടനെ തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റിപ്പബ്ലിക് ഡേ വരാൻ പോകുന്നേ ഉള്ളൂ, ജനുവരി 9 ആയിട്ടേ ഉള്ളൂ. സോ നിങ്ങൾ പെട്ടെന്ന് പറയുവാണെങ്കിൽ ഞാൻ ഷഡോടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് ഉടനെ തന്നെ അങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ ആമസോണിലേക്ക് വരുവാണെങ്കിൽ അവിടെയും എടുത്തു പറയേണ്ട സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. കാരണം അവർ വലിയ രീതിക്ക് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ സ്റ്റാർട്ട് 13 ജാനുവരി noon എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ SBI കാർഡിന് 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. അതിപ്പോൾ ക്രെഡിറ്റ് കാർഡിനാണ്. പിന്നെ EMI ട്രാൻസാക്ഷൻ നമുക്കത് കിട്ടുമെന്ന് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മൊബൈൽ ഫോണുകളുടെയൊക്കെ റേറ്റ് ഇങ്ങനെ ഏറ്റവും അവസാനം ഒരു 9 അല്ലാണ്ട് വേറെ ഇതുവരെ അങ്ങോട്ട് റിവീൽ ചെയ്ത് തുടങ്ങിയില്ല. പക്ഷേ നമ്മുടെ ഫ്ലിപ്കാർട്ട് റിവീൽ ചെയ്ത് തുടങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ഇതും അങ്ങോട്ട് റിവീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. 64,999 IQ30 നമുക്ക് 54,999 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ എഫക്റ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അതാണ് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ, അതെന്തായാലും ഇവിടെ അങ്ങോട്ട് കൊടുത്തിട്ടില്ല. ഇതുപോലെ തന്നെയാണ് പല ഫോണുകളുടെയും എല്ലാം ഇതുപോലെ. എന്നാണ് ഇവർ റിവീൽ ചെയ്യുന്നത്, എന്തായാലും റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നടക്കാൻ പോകുന്ന മൊന്യൂമെന്റൽ സെയിലിൻ്റെയും അതുപോലെ തന്നെ ആമസോണിൽ നടക്കാൻ പോകുന്ന റിപ്പബ്ലിക് ഡേ സെയിലിൻ്റെയും ആ ഒരു ഓഫേഴ്സിൻ്റെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.